ഹലോ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് തായ്ലൻഡിൽ. ഫുക്കറ്റിലാണ് നമ്മൾ നിന്നിരുന്നത്. ഫുക്കറ്റിൽ നിന്ന് റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് ഞങ്ങളിത് അടുത്ത സ്ഥലം നോക്കി പോവാണ്. ബിഗ് ബുദ്ധയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ബിഗ് ബുദ്ധയിലേക്ക് ഫ്രണ്ട്സ്, അവിടെ ചെന്നപ്പോഴാണ് ഒരു സങ്കടകരമായ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത്. ബിഗ് ബുദ്ധ ടെമ്പററി ക്ലോസ്ഡ് ആണ്. കാരണം അവിടെ വർക്ക് നടക്കണ കാരണം അവർ കയറ്റി വിടുന്നില്ല. 2 വർഷത്തോളം മിക്കവാറും ഇത് ക്ലോസ് ആയി കിടക്കുമെന്നാണ് അവർ പറയണത്. എന്തോ വർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ രാവിലെ തന്നെ ആകെ ചമ്മി നാറി ഗൈസ്. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ ഗൂഗിൾ മാപ്പിലുണ്ടായിരുന്നു ക്ലോസ്ഡ് ആണെന്ന്. ഞങ്ങൾ ശ്രദ്ധിച്ചില്ലത്. അതുകൊണ്ടാകെ പണി കിട്ടിയതാണ്. നമ്മളിനിപ്പം തിരിച്ച് പോരേണ്ട, വേറെ രക്ഷയില്ല. പിന്നെ ആൾക്കാരൊക്കെ അവിടെ വന്ന് തിരിച്ച് പോകുന്നുണ്ട്, ഒരു നിവൃത്തിയിലാണ്, കാണാൻ പറ്റാണ്ട്. പിന്നെ ഞങ്ങൾ വന്ന ഗ്രാബ് മീൻസ് ക്യാബ്, നമ്മൾ ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ട് വന്നിരുന്നത്. അപ്പോൾ അതിലത്തെ ചേട്ടൻ മാന്യനായതുകൊണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുചെല്ലാമെന്ന് പറഞ്ഞു. അടുത്ത് നമ്മൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ചലോങ് എന്ന് പറഞ്ഞിട്ട് ടെമ്പിളാണ്, ബുദ്ധൻ്റെ അടിപൊളി ടെമ്പിളാണ്. നല്ല രസമാണ് കാഴ്ചകളൊക്കെ കാണാൻ അവിടുത്തെ. അപ്പോൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തൊട്ടടുത്തുണ്ട്, അവിടെ വലിയ ദൂരമില്ല അവിടേക്ക് പോകാൻ. പിന്നെ നമ്മളിന്ന് വൈകുന്നേരത്തോടുകൂടി ഫുക്കറ്റ് വിടാണ്. ഫുക്കറ്റിൽ നിന്ന് ബാങ്കോക്കിലേക്ക് പോകും. അപ്പം നൈറ്റാണ് ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ വാട്സലങ്ങത് അതിൻ്റെ കവാടൊക്കെ കടന്നു. എന്ത് ഭംഗിയാണെന്ന് അറിയാൻ കാണാൻ വേണ്ടി. സ്പെഷ്യലി ഇവിടുത്തെ ടെമ്പിളിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, ഗോപുരവും അതിൻ്റെ ആർട്ടിടെക്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കാണാൻ കേട്ടോ. പിന്നെ അവരുടെ പെയിൻറ്റിങ്ങൊക്കെ എന്ത് രസമാണെന്ന് അറിയും നോക്കിയിരിക്കും നമ്മൾ ആ ടെമ്പിളിലേക്കൊക്കെ. കാരണം അത്രയും ഭംഗിയായിട്ട് അവർ ചെയ്തിരിക്കണേ. ലാൻഡ്സ്കേപ്പൊക്കെ ഒരു രക്ഷയില്ല. അത് ഇത് മാത്രമല്ല കേട്ടോ, എന്താ പറയുക, തായ്ലൻഡിലെ എല്ലാ ഒട്ടുമിക്ക ടെമ്പിൾസും അത്രയും ലുക്കാണ്, അത്രയും ഭംഗിയായിട്ട് അവർ അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണം. അത് നമ്മളതറിയാതെ അവിടെ നിന്ന് നോക്കിയിരുന്ന് പോകും. ആ ഒരു ബിൽഡിങ്ങിൻ്റെ ശൈലിയും അതിൻ്റെ ഒരു ഭംഗി. കാരണം ഒരു പ്രത്യേക തരത്തിലുള്ള ശൈലിയാണ് അവരുടെ ആ ഒരു മോഡൽ, ആ ബിൽഡിങ്ങിൻ്റെ. അത് നേരിട്ട് കണ്ടാൽ തന്നെ അതിൻ്റെ കുറച്ചുകൂടി ഒരു ഇത് കിട്ടുള്ളൂ. ഫോണിൽ കൂടെ എന്തോരം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ ഇതൊക്കെ കാണുന്ന അതിൻ്റെ ഉള്ളിലത്തെ ഒരു ഇതാണ് കേട്ടോ. അതിനുള്ളിൽ പലരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് പല പല തരത്തിലുള്ള ആചാരങ്ങൾ അവിടെ ഉണ്ട്. അതിനകത്ത് കുറച്ച് ആൾക്കാർ ഇരുന്നിട്ട് ഒരു ചെറിയ കോല് പോലത്തെ സംഭവമൊക്കെ ഇട്ട് നമ്മുടെ ഇന്നത്തെ ഡേ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് അവർ നോക്കിക്കൊണ്ടിരിക്കുക. ഞാനതിൽ നോക്കിയായിരുന്നു, പക്ഷേ അത് വീഡിയോ എടുത്തില്ല. അപ്പം ബാക്കി ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി, ആ ഒരു നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തു നിന്ന് പുറത്തിറങ്ങി. ഇപ്പോൾ അതിന് കുറേ അധികം ഏരിയ അവരത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ഭാഗമായിട്ട് കുറേ അധികം ഏരിയ ഉണ്ട്. ഒരുപാട് ആൾക്കാർ വന്നത് അമ്പലം കാണാനായിട്ടും പ്രാർത്ഥിക്കാനായിട്ടും. കൂടുതലും ടൂറിസ്റ്റാണ് അവിടെ വരുന്നത്. ആ അമ്പലത്തിൻ്റെ ശൈലിയും അവരുടെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വരുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. പിന്നെ അവിടുത്തെ നാട്ടുകാർ പ്രാർത്ഥിക്കാനായിട്ട് അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു അതിനും കുറവാണ്, പ്രാർത്ഥിക്കാൻ വരുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണെന്ന് തോന്നുന്നു. കൂടുതലും ഇത് കാണാനും അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ വരുന്ന ആൾക്കാരാണ് കൂടുതലും. കാരണം നമ്മൾ അത്രയധികം ഭംഗിയാണ് അതിനകത്ത് കയറിയപ്പോൾ. ഒരുപാട് ബുദ്ധൻ്റെ പ്രതിമകളും പല രൂപത്തിലുള്ള പ്രതിമകളൊക്കെ നമുക്ക് കാണാം. ഒക്കെ ഗോൾഡൻ കളറിലാണ് കേട്ടോ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊക്കെ പ്രത്യേക ഒരു തരം ഭംഗിയാണ്, ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നമ്മൾ ഇത്ര നാളിനിടയിൽ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ. അത്ര നല്ല ഭംഗിയാണ്. നമ്മൾ കുറേ അധികം ഇതേപോലെ ടെമ്പിൾസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പം അടുത്ത ദിവസങ്ങളായിട്ട് നമ്മൾ പോവും. അത് എന്താ പറയുക, എല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണ്. എല്ലാം കണ്ണിന് ഇമ്പം തരുന്ന കുറേ കാഴ്ചകളാണ്. ഇത് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മുടെ കണ്ണുമുന്നിൽ ഇങ്ങനെയൊക്കെ നമ്മൾ കാണുന്നതിനായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതാണ് എൻ്റെ ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ടൈം ഇങ്ങനെ കാണുന്നതുകൊണ്ടായിരിക്കാം ഇത്രയും എന്താ പറയുക, അത്രയും ഭംഗിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുമ്പം അങ്ങനെയാണല്ലോ. അപ്പോൾ അതുപോലെ പിന്നെ അതിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള കാഴ്ച അത് അതിൽ മനോഹരമാണ്. അതിൻ്റെ ടെമ്പിളിൻ്റെ ടോപ്പിൽ കയറിയിട്ട് നമുക്ക് അതിൻ്റെ പുറത്തുള്ള വ്യൂ കാണാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ രാവിലെ നേരത്തെ പോയി കഴിഞ്ഞാൽ മറ്റേ ബിഗ് ബുദ്ധയുടെ ആ ഒരു സ്റ്റാച്ചു ഉണ്ടല്ലോ, അത് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ എന്തോരം കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ മാക്സിമം സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെറുതായിട്ടൊക്കെ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ആ ബിഗ് ബുദ്ധയുടെ അത് നമുക്ക് മിസ്സായിപ്പോയി. അതിൻ്റെ ഒരു സങ്കടമുണ്ട്. അത് വലിയൊരു സ്റ്റാച്ചു ആയിരുന്നു കേട്ടോ. നമുക്കപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ ഒന്ന് ചെറിയ പിക്കൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് പോയതാണ്. അത് നടന്നില്ല. കുഴപ്പമില്ല, ഞാൻ അടുത്തോട്ടാവട്ടെ. ഇനി നമ്മൾ അടുത്ത് ചെന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുക്കറ്റ് ഓൾഡ് മാർക്കറ്റാണ്. അതായത് ഫുക്കറ്റ് ഓൾഡ് ടൗൺ മാർക്കറ്റിലേക്കാണ് നമ്മൾ പോയിക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോഴേ നമ്മുടെ എറണാകുളം മട്ടാഞ്ചേരി മാർക്കറ്റ് ഇതിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭാഗമൊക്കെ മട്ടാഞ്ചേരി മാർക്കറ്റായിട്ട് നമുക്ക് ചെറിയൊരു സാമ്യം തോന്നും. കുറച്ച് ഭാഗത്താണ് അത് ചെറിയൊരു മാർക്കറ്റാണ്. ഇത് അതിലും ഇരട്ടിയുണ്ട്. ഒരുപാട് ഏരിയ കൊണ്ട് കിടക്കുകയാണ്. നല്ല ഭംഗിയുള്ള സാധനങ്ങളും അത്യാവശ്യം പ്രൈസും കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടുതലാണ്. ബാർഗെയിൻ ചെയ്താൽ ചിലപ്പോൾ കുറഞ്ഞ റേറ്റിന് കിട്ടുമായിരിക്കും. ഞങ്ങൾ അവിടെ നിന്നൊന്നും പ്രത്യേകിച്ചൊന്നും മേടിക്കാൻ പറ്റില്ല. പിന്നെ എന്താ പറയുക, കാഴ്ച തന്നെ ഉണ്ടല്ലോ, മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് എല്ലാം കണ്ടു നടക്കാന്നുള്ളത്. അതിലുപരി നമ്മളവിടെ നിന്ന് ഫുഡ് മേടിച്ചു. എന്താ പറയുക, ഒരു ഹോട്ടലിൽ നിന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം അവിടെ നിന്നാണ് കഴിച്ചത്. നല്ലൊരു ഹോട്ടലിൽ കയറി, കുഴപ്പമില്ല കേട്ടോ, നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റുള്ള ഫുഡും കാര്യമൊക്കെ ആയിരുന്നു. വലിയ അലമ്പുണ്ടായിരുന്നില്ല.
അങ്ങനെ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചു. പിന്നെ നമ്മൾ എയർപോർട്ടിൽ പോകാനുള്ള തിരക്കിലായിരുന്നു. അവിടെ നിന്ന് ഒരു ബസ് വിളിച്ച് എയർപോർട്ടിൽ എത്തിയപ്പോഴാണെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ് ഡിലേ ആണ്. ഫ്ലൈറ്റ് ഡിലേ ആയ കാരണം നമുക്ക് അവർ ഫുഡ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിലേയുടെ ഇത് വെച്ചിട്ട്. എന്നിട്ട് നമ്മളിത് ബാങ്കോക്കിലേക്ക് പോകാൻ നിൽക്കുന്നു. അപ്പം അടുത്തത് നമ്മുടെ ബാങ്കോക്കിലേക്കുള്ള യാത്രയാണ്. ബാങ്കോക്കിൽ ചെന്നിട്ട് രാവിലെ നമ്മൾ പട്ടായക്ക് പോകട്ടോ. ബാങ്കോക്കിൽ നമ്മൾ എത്തുമ്പം രാത്രി ഒരു 2 മണിയൊക്കെ ആവും. 2 മണിക്കൊക്കെ നമ്മൾ ബാങ്കോക്കിൽ എത്തുള്ളൂ. അപ്പോൾ ബാക്കി ടൈം അവിടെ ഉറങ്ങിയോ ഇരുന്നൊക്കെ കളയേണ്ടി വരും. പിന്നെ പുലർച്ചെ അവിടെ നിന്ന് ഒരു ബസ് വിളിച്ച് പട്ടായക്ക് പോകാം. ബാക്കി പട്ടായ വെച്ച് കാണാം. ബായ്.